വേനൽക്കാലം പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങളുടെയും കൂടി കാലമാണ്. ജീവിതശൈലിയിലും ആഹാര രീതിയിലും വരുന്ന വ്യത്യാസങ്ങളും വ്യായാമക്കുറവും സ്വാഭാവികമായ നിർജ്ജലീകരണവും ഒക്കെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഉഷ്ണകാലത്ത് ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് സാധാരണയായി കണ്ടുവരുന്ന ചില പ്രശ്നങ്ങളാണ് വിശപ്പില്ലായ്മ, ദഹനക്കുറവ്, നെഞ്ചെരിച്ചിൽ, പുളിച്ചു തികട്ടൽ, IBS അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, മലബന്ധം തുടങ്ങിയവ. കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അനുഭവിക്കുന്നവർക്ക് ശാരീരികവും മാനസികവുമായി ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം. പ്രായഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ ഏവരെയും ബാധിക്കാവുന്ന ഒരവസ്ഥാവിശേഷമാണ് കോൺസ്റ്റിപ്പേഷൻ. ശാസ്ത്രീയ നിർവചനങ്ങൾ അനുസരിച്ച് ആഴ്ചയിൽ 3 തവണയിൽ കുറവാണ് മലശോധനയെങ്കിൽ നമുക്കതിനെ കോൺസ്റ്റിപ്പേഷൻ എന്ന് നിർവചിക്കാം. എന്നാൽ ക്ലിനിക്കൽ പ്രാക്ടീസിൽ മറ്റ് ചില അവസ്ഥകളെ കൂടി നമ്മൾ ഈ നിർവചനത്തിനടിയിൽ ഉൾപ്പെടുത്താറുണ്ട്. ഉദാഹരണമായി, രാവിലെ ഉണർന്നെണീറ്റ് ആദ്യത്തെ 1-2 മണിക്കൂറിനുള്ളിൽ മലശോധന നടക്കാതിരിക്കുക, മലം അധികം കട്ടിയായി പോവുക, വേദനയോടുകൂടി പോവുക തുടങ്ങിയവയൊക്കെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ എന്ന നിർവചനത്തിനടിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാവുന്ന ഒരു അവസ്ഥാവിശേഷമാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം. കട്ടിയായ മലം പുറത്തു പോകാനായി അധികം സ്ട്രെയിൻ ചെയ്യുന്നതിലൂടെ മലാശയ ഭാഗത്ത് വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേദനയും പുകച്ചിലും ചെറിയ രീതിയിൽ രക്തസ്രാവവും ഉണ്ടാകാറുണ്ട്. ഈ അവസ്ഥയ്ക്കാണ് ഫിഷർ എന്ന് പറയുന്നത്. ഈ ഫിഷർ തന്നെ അധികകാലം നീണ്ടു നിൽക്കുമ്പോൾ അണുബാധയുണ്ടായി ഫിസ്റ്റുല തുടങ്ങിയ മാരക പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാറുണ്ട്.